സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മലയുടെ സമയതീരം തുടരുന്നു. അധ്യായം 7. അവതരണം സിന്ധു അശോകൻ. അതിഥികൾക്കായി അംബികച്ചിറ്റ ചായ സൽക്കാരം ഒരുക്കിയിരുന്നു. ഇന്നിങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഉച്ചയൂണ് ഇവിടെ ആക്കാമായിരുന്നു. അംബികച്ചിറ്റ രാജഗോപാലിനോടും ഭാര്യയോടുമായി പറഞ്ഞു. അതൊഴിവാക്കാൻ വേണ്ടിയാ മുൻകൂട്ടി അറിയിക്കാനിത്, രാജഗോപാൽ പറഞ്ഞു. മുൻകൂട്ടി അറിയിച്ചാൽ നിങ്ങൾ പറയും, ശരി എങ്കിൽ ഊണ് ഇവിടെയാകട്ടെ എന്ന്. ഞങ്ങൾക്കത് സമ്മതിക്കേണ്ടി വരും. ഉടൻ തന്നെ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമം തുടങ്ങും. ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ചു തീർക്കണം. അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഓ, കഴിച്ചു തീർക്കണമെന്നൊന്നും ഇല്ലായിരുന്നു അല്ലേ ചിറ്റേ? ചെറുചിരിയോടെ തമാശ മട്ടിൽ പ്രസന്നചന്ദ്രൻ പറഞ്ഞു. ഇതല്ലേ പ്രസന്നാസുഖം? ഔപചാരികതയൊന്നുമില്ല, ഒരു സൗഹൃദ സന്ദർശനം. ഇന്ന് ഞായറായതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ഞങ്ങൾ വരുന്നു, നമ്മൾ ഒന്നിച്ചിരുന്ന് ഇതുപോലെ ചായ കുടിക്കുന്നു, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കുറച്ച് സമയം സന്തോഷമായിട്ട് ചെലവഴിക്കുന്നു, തിരിച്ചു പോകുന്നു. ഒരു ഫെദർ ടച്ച് വിസിറ്റിംഗ്, ലാവണ്യ കൂട്ടിച്ചേർത്തു. ഹെവി വെയിറ്റ് ഒക്കെ ഞങ്ങളുടെ തലയിലോട്ട് വെച്ച് തന്നു അല്ലേ? എന്നിട്ട് നിങ്ങളുടെ ഊഴം വന്നപ്പോൾ ഫെദർ ടച്ച്, വിനയൻ പറഞ്ഞത് കേട്ട് ലാവണ്യ ചിരിച്ചു. എൻ്റെ മോളെയാണോ വിനയൻ ഉദ്ദേശിച്ചത് ഹെവി വെയിറ്റ് എന്ന്? മല്ലികയുടെ മറുചോദ്യം കേട്ട് അംബികച്ചിറ്റയും പ്രസന്നചന്ദ്രനും പൊട്ടിച്ചിരിച്ചു. അത് കലക്കി. രാജഗോപാൽ ഭാര്യയുടെ നേർക്ക് അഭിനന്ദനം ചൊരിഞ്ഞു. അല്ല, ഞങ്ങളിവിടെ വന്നപ്പോൾ ഊണുമേശയിൽ പാലക്കാട്ടെ മുഴുവൻ നെല്ലരിച്ചോറും കടലിലെ 1/3 മത്സ്യസമ്പത്തും തമിഴ്നാട്ടിലെ എല്ലാ കോഴികളും കുട്ടനാട്ടിലെ മൊത്തം താറാവുകളും ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കഴിച്ചു തീർക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ഓ, അതാണോ ഹെവി വെയിറ്റ് എന്ന് ഉദ്ദേശിച്ചത്? രാജഗോപാൽ വെറുതെ ചോദിച്ചു. പക്ഷേ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. അവിടെ വല്ലാത്തൊരു ഫോർമാലിറ്റി ഉണ്ടായിരുന്നു. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും അതുണ്ടാകും. ബോറിംഗ് ആയിട്ടുള്ള ഒരു തരം ഡിസിപ്ലിൻ, എല്ലാം അളന്നു കുറിച്ച്. ഇവിടെ അങ്ങനെയല്ല. സോ കൂൾ. ലാവണ്യ ചായക്കപ്പ് സോസറിലിട്ട് പതിയെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ പോലും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിൽ വലിയ ദർബാർ ഹാളിലെ മാതിരിയാണ്. ഡൈനിങ് ടേബിളിൻ്റെ മീതെ നെറ്റ് കെട്ടി ടെന്നീസ് കളിക്കാം. ഇത്രയും മതി. ഇതാണ് കറക്റ്റ് ആൻഡ് സോ സിമ്പിൾ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാ. വന്നു കയറേണ്ട വീടല്ലേ, മല്ലിക പറഞ്ഞു. ലാവണ്യയുടെ മിഴികളിൽ അർത്ഥഗർഭമായൊരു നോട്ടം വിനയചന്ദ്രൻ്റെ നേർക്ക് പാളി വീണു. ഞങ്ങളും ചിലപ്പോൾ ഇതുപോലൊരു മിന്നൽ സന്ദർശനം നടത്തിയെന്നിരിക്കും. വിനയൻ വിഷയം മാറ്റാനെന്നോണം പറഞ്ഞു. ഓ, യു ആർ ഓൾവേസ് വെൽക്കം. അതിന് സമയവും കാലവും ഒന്നും നോക്കണ്ട. ഏതു പാതിരാക്കി വേണമെങ്കിലും വരാം, രാജഗോപാൽ പറഞ്ഞു. ചായയ്ക്ക് ശേഷം ലാവണ്യ വിനയചന്ദ്രൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. അംബികച്ചിറ്റ നട്ടു നനച്ച് പരിപാലിക്കുന്ന ചെറിയൊരു ഉദ്യാനം അവിടെ ഉണ്ടായിരുന്നു. കുറേ ചെടികളുണ്ടല്ലോ, അവൾ വിനയനോട് പറഞ്ഞു. ഓർക്കിഡും ആന്തൂറിയവും വളർത്താറില്ലേ? അംബികച്ചിറ്റയ്ക്ക് മണ്ണിൽ നിന്ന് മേലോട്ട് വളരുന്ന ചെടികളാണ് ഇഷ്ടം. എനിക്കും അങ്ങനെയാണ്. മുകളിൽ നിന്ന് താഴോട്ട് വളരുന്ന ചെടികളോട് അത്ര കമ്പം തോന്നിയിട്ടില്ല. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യണോ വിനയ? പൂച്ചെടികൾ പൂക്കൾ എന്ന് കരുതിയാൽ പോരെ? കാണാൻ ഭംഗിയുണ്ടായിരിക്കണം, അതിന് ഹൃദ്യമായ ഒരാകൃതി ഉണ്ടായിരിക്കണം. സുഗന്ധമുള്ള എല്ലാ പുഷ്പങ്ങൾക്കും വർണ്ണഭംഗി മാത്രമല്ല, മനോഹരമായ ഒരാകൃതി കൂടിയുണ്ട്. അതെത്ര ചെറുതാണെങ്കിൽ പോലും. അതിനെപ്പറ്റിയൊക്കെ ഇത്ര സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പൂക്കളെ കാണുന്നു, കടന്നു പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലല്ല, പൂക്കൾ നമ്മളെയും കാണുന്നുണ്ട്, അങ്ങനെ വിചാരിക്കണം. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ നോക്കി അത് പുഞ്ചിരിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കണം. നമുക്കൊരിക്കലും അത്രയും നിഷ്കളങ്കരാകാൻ പറ്റില്ലെന്ന് കൂടി ഓർക്കണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തോട്ട്. ഐ അപ്രിഷ്യേറ്റ് യു, ലാവണ്യ പറഞ്ഞു. ഞങ്ങൾക്കൊരു റൂഫ് ഗാർഡനുണ്ട്, അതും അംബികച്ചിറ്റയുടെ തന്നെ. അംബികച്ചിറ്റ കഴിഞ്ഞ ജന്മത്തിൽ ഒരു താമരപ്പൂവായിരുന്നുവെന്ന് എനിക്ക് തോന്നാറുണ്ട്. വിനയൻ ലാവണ്യ റൂഫ് ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നാൽ നാഗശ്ശേരി മാത്രമല്ല, സമീപ പ്രദേശങ്ങളുടെ വിസ്തൃതി മുഴുവൻ കാണാൻ കഴിയുമായിരുന്നു. ഹായ്, എന്തൊരു ബ്യൂട്ടിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ശരിക്കു പറഞ്ഞാൽ ഈ വീടൊരു കുന്നിൻ മുകളിലെ അല്ലേ? ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? പിന്നെ അതെന്താ, ഡാമാണോ? വെള്ളി പോലെ തിളങ്ങുന്നല്ലോ. അതെല്ലാം വയലാണ്. വെള്ളം കയറി കിടക്കുന്നത് അവിടെ എല്ലാം മഴക്കാലത്ത് വെള്ളം കയറി മൂടും. എന്തൊരു ഭംഗിയല്ലേ? രാത്രിയിലൊക്കെ 2 കസേര എടുത്ത് ഇവിടെ വന്നിരുന്ന് ചുമ്മാ സംസാരിക്കാൻ നല്ല രസമായിരിക്കും. എന്തിനാ കസേര? ഞാൻ ഇങ്ങനെ വന്ന് ഈ ചെടികൾക്കിടയിൽ ഇരിക്കും. ഒരു റോസ് എൻ്റെ കൈത്തണ്ടയിൽ അരിമയോടെ തൊടും. പാരിജാതം എന്നെ മത്തു പിടിപ്പിക്കും. ആ ജമന്തി എന്നെ നോക്കി തലയാട്ടും. ശരിക്കും? ലാവണ്യയ്ക്ക് അതിശയമായി. അവർക്ക് ജീവനുണ്ടല്ലോ ഇല്ലേ? സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരു ജീവിയെ കാണുന്ന പോലെ അതിനെ നോക്കിയിട്ടില്ല. ജീവനുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും വികാരങ്ങളുമുണ്ട്. നമ്മുടെ ശത്രുവല്ല, കാരണം നമ്മൾ ആഹാരവും വെള്ളവും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളോട് സ്നേഹവും ഉണ്ടാവില്ലേ?
ഉണ്ടാവണം. ഇതിനൊന്നും എത്ര ആഗ്രഹിച്ചാലും നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴോ തീർച്ചയായിട്ടും സന്തോഷിക്കും. ഇല്ലേ? നമ്മൾ തൊട്ടാലോ? ലാവണ്യ വിസ്മയ പുഞ്ചിരിയോടെ വിനയന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ദാ അവിടെയാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. തെക്കുഭാഗത്താണ് ടൗൺ. അവിടെ ഗോപുരങ്ങൾ പോലെ കാണുന്നത് ഓരോ കമ്പനികളുടെ ഫ്ലാറ്റുകളാണ്. ലാവണ്യയുടെ അച്ഛൻ കോൺട്രാക്റ്റ് എടുത്ത് പണിയുന്ന ഫ്ലാറ്റുകളും ഉണ്ടാവും. ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ ഇവിടെ നിന്നാൽ കാണാമല്ലേ? അത്രയൊന്നും ഉണ്ടാവില്ല, ഏകദേശം 20 കിലോമീറ്റർ. പക്ഷെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തോന്നും എല്ലായിടത്തും കെട്ടിടങ്ങളാണെന്ന്. ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ പച്ചപ്പ് മാത്രം, അവിടെ മാത്രം കെട്ടിടങ്ങൾ. അതുമാത്രമല്ല, ഇതെല്ലാം പൊതുവെ നിരപ്പായ പ്രദേശമാണെന്നായിരുന്നു എൻ്റെ വിചാരം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഐ ക്യാൻ സീ സോ മെനി ലിറ്റിൽ ആൻഡ് ഡൗൺ എവരിവെയർ. ലാവണ്യ പറഞ്ഞു. ചെറിയ കുന്നുകളും വയലേലകളുമുള്ള ഭൂപ്രദേശമായിരുന്നു ചുറ്റോടു ചുറ്റും. അതുമാത്രമല്ല, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുന്നിൻ മുകളിലേക്കാണ് വരുന്നതെന്ന് തോന്നുകയേ ഇല്ല. റോഡിൽ അങ്ങനെ കയറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. അത്ര വലിയ കുന്നല്ല ഇത്. ഇതിൻ്റെ ഒരു വശം മാത്രം കുറേ താഴ്ന്നിട്ടാ. അതുകൊണ്ടാണ് നമ്മൾ കുറേ ഉയരത്തിലാണെന്ന് തോന്നുന്നേ. എനിക്ക് ഈ ലാൻഡ്സ്കേപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ശരിക്കും ഒരു വില്ലേജ്. പക്ഷേ ടൗണിലേക്ക് അധിക ദൂരമില്ല താനും. ട്രെയിൻ പോകുന്ന ശബ്ദവും മുനിസിപ്പാലിറ്റി സൈറണും ഒക്കെ ഇവിടെ ഇരുന്ന് വ്യക്തമായിട്ട് കേൾക്കാം. എനിക്ക് കൊതിയാകുന്നു. അവൾ ആഗ്രഹത്തോടെ അവനെ നോക്കി. ഞങ്ങളുടെ വീട് ഇതിനേക്കാളൊക്കെ വളരെ വലുതാ. പക്ഷെ അത്രയൊന്നും വേണ്ട, ഇത്രേ മതി. ഇതാണ് കറക്റ്റ്. ആഡംബരമൊന്നും ഒരിടത്തും തലയെടുത്ത് പിടിച്ച് നിൽക്കുന്നില്ല. എന്നാലോ വേണ്ടതെല്ലാം ഉണ്ട്. വിദ്യേട്ടൻ്റെ കൂട്ടുകാരനുണ്ട്, ഒരു എഞ്ചിനീയർ. അങ്ങേരാണ് പ്ലാൻ വരച്ചതും വീട് പണിയുടെ മേൽനോട്ടം നടത്തിയതും. വിനയൻ്റെ റൂം എവിടെയാ? ദാ അത്. അവൻ ടെറസിലേക്കുള്ള ഒരു വാതിൽ ചൂണ്ടിക്കാണിച്ചു. അവിടെ ഇരുന്നാണ് ഞാനും ബാലനും കൂടി ആഗോള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാറ്. ആഗോള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ മത്സരിപ്പിക്കണം, അടുത്ത ലോകകപ്പിൽ ബ്രസീൽ ടീമിൽ നെയ്മറെ കളിപ്പിക്കണോ വേണ്ടയോ, ചൊവ്വയിൽ മനുഷ്യർക്ക് ചെന്നിറക്കാൻ ഇനി എത്ര വർഷം വേണ്ടിവരും. ഓ മൈ ഗോഡ്, ലാവണ്യ ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ വലിയ ആളുകളല്ലേ. ആരാ ബാലൻ? ഞങ്ങളുടെ ഡ്രൈവറാ. ഡ്രൈവറുമായിട്ടാണോ വിനയൻ്റെ ഫ്രണ്ട്ഷിപ്പ്? അത് ലാവണ്യക്ക് അത്ര പിടിച്ചില്ല. പിന്നെ ആര് കേട്ടിരിക്കും ഞാൻ പറയുന്ന വിടുവാ മുഴുവൻ? അവൻ്റെ മുൻപിൽ എനിക്ക് എന്ത് മണ്ടത്തരം വേണമെങ്കിലും വിളിച്ച് പറയാമല്ലോ. അവൻ്റെ വിചാരം ഞാനൊരു സകലകലാവല്ലഭനാണെന്നാ. അങ്ങനെയൊന്നും അല്ലേ? ലാവണ്യ ചിരിയോടെ അവനെ സൂക്ഷിച്ച് നോക്കി. ഞാൻ എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. അതൊന്ന് പറയാമോ? ഇല്ല, പ്ലീസ് വിനിയ, ഒന്ന് പറയോ? അത് പറഞ്ഞാൽ എൻ്റെ വില പോവില്ലേ? എൻ്റെ അടുത്തല്ലേ, പ്ലീസ്. അവൾ കൊഞ്ചി. ഞാൻ ചില നേരത്തെ ഒരു മഹാരാജാവാ. പക്ഷെ ചില സമയത്ത് ഞാൻ വെറും യാചകനാ. മതിയോ? പോരാ, ലാവണ്യ പരിഭവിച്ചു. മതി ഇവിടെ നിന്ന് വെയിൽ കൊണ്ടത്. പോകാം. അവർ വിചാരിക്കില്ലേ നമ്മളിത് എവിടെയാണെന്ന്? അവരെന്ത് വിചാരിക്കും? എന്തെല്ലാം വിചാരിക്കാം. വിചാരിച്ചോട്ടെ. വാ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ? എനിക്ക് വിനയൻ്റെ റൂം കാണണം. അവിടെ ഒന്നുമില്ല കാണാൻ. ഒരു കട്ടിൽ, അലമാര, മേശ, തീർന്നു. എന്നാലും ഒന്ന് കണ്ടിരിക്കാമല്ലോ. ഭാവിയിൽ ഞാനും കൂടി താമസിക്കേണ്ട മുറിയല്ലേ? ചോദ്യവും അവൻ്റെ നേർക്ക് കടക്കണ്ണിലൂടെ ഒരു നോട്ടവും ഒപ്പമാണ് വന്നത്. ഓ, എൻ്റെ റൂം കണ്ടാൽ എന്നെ വേണ്ടെന്നേ പറയൂ. വാ, കാണിച്ചു തരാം. വിനയചന്ദ്രൻ മുമ്പേ നടന്നു. ലോബിയിൽ നിന്ന് റൂമിലേക്ക് കയറുന്ന വാതിൽക്കിലെത്തിയിട്ട് അവൻ പറഞ്ഞു. ഞെട്ടരുത്. എനിക്ക് ഞെട്ടണം. ലാവണ്യ ചിരിച്ചു. വിനയചന്ദ്രൻ മുറി തുറന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അകത്തേക്ക് കയറിക്കോ, എന്നിട്ട് ഇഷ്ടം പോലെ ഞെട്ടിക്കോ. ലാവണ്യ അകത്തേക്ക് കയറി. മുറി ആകെയൊന്ന് നോക്കി. വലിപ്പമുള്ള ബെഡ്റൂം. പക്ഷെ തൻ്റെ സഹോദരൻ ശ്രീജിത്തിൻ്റെ പോലെ മുറിയൊരു യുദ്ധക്കളമൊന്നുമല്ല. അയാളുടെ മുറി കണ്ടാൽ അവിടെ ഏതോ രഹസ്യരേഖയ്ക്ക് വേണ്ടി ഒരു റെയ്ഡ് നടത്തിയതുപോലെ തോന്നും. ഇവിടെ ഒരു മിനിമം ഡിസിപ്ലിൻ ഉണ്ട്. ആ മുറിക്ക് ചെറിയൊരു തണുപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. ഫർണിച്ചറിൻ്റെ ബഹളങ്ങളില്ല. 3 ഭിത്തികൾക്ക് തൂവെള്ള നിറം, ഒരു ഭിത്തി മാത്രം കൂൾ ബ്ലൂ. ആ മുറിക്ക് അലസമായ ഒരു ശാന്തതയുണ്ട്. കട്ടിൽ, മേശ, കസേര, വാർഡ്രോബ്, ബുക്ക് ഷെൽഫ്. അതൊരു ചതുരമുറിയല്ല, വീതിയുടെ ഇരട്ടിയോളം നീളം. ഇത് ലാവണ്യയ്ക്ക് ഇഷ്ടപ്പെട്ടു. കുറേ അധികം ശൂന്യ സ്ഥലമുണ്ട്. കുട്ടികളുണ്ടെങ്കിൽ ഓടിക്കളിക്കാം. നിലത്ത് കളിപ്പാട്ടങ്ങൾ വെച്ച് വീട് പണിയുകയോ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കാർ ഓടിക്കുകയോ ചെയ്യാം. ബേബി സൈക്കിൾ ചവിട്ടാം. അതിനുള്ള സ്ഥലമുണ്ട്. ടെറസിലേക്കുള്ള വാതിൽ തുറന്നതും വല പൊട്ടിയതുപോലെ ഒരു കാറ്റല അവളുടെ ഉടലിനെ പൊതിഞ്ഞു. അവളുടെ വസ്ത്രാഞ്ചലങ്ങൾ കാറ്റത്തിളകി മറിഞ്ഞു. ലാവണ്യ തിരിഞ്ഞ് വിനയനെ നോക്കി. ഈ കാറ്റ് എവിടുന്ന് വരുന്നു? നമ്മൾ റൂഫ് ഗാർഡനിൽ നിന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ. അതെനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഐറ്റമാ. അല്ല വിനയ? വാതിൽ തുറന്നതും പെട്ടെന്ന്
അവിടെ വെയിറ്റിംഗാ, വിളിച്ചാൽ വരും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. വിനയൻ ചിരിച്ചു. ലാവണ്യ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. അവിടെ പാരപ്പറ്റിൽ പിടിച്ചു നിന്ന് ദൂരേക്ക് നോക്കി. വിനയൻ അങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. എന്നാൽ അത് ഉണ്ടായില്ല. ലാവണ്യ തിരികെ മുറിയിലേക്ക് വന്നു. വിനയൻ്റെ റൂം എനിക്കിഷ്ടമായി. കാം ആൻഡ് ക്വയറ്റ്, നല്ല ആംബിയൻസ്. അവൾ ബുക്ക് ഷെൽഫിനടുത്തേക്ക് നീങ്ങി. താഴെ ഹാളിൽ കല്യാണ ചർച്ച പുരോഗമിക്കുകയായിരുന്നു. ഏറ്റവും നല്ല മാസം, ഏറ്റവും നല്ല ദിവസം, ഏറ്റവും നല്ല മുഹൂർത്തം, ഇതൊക്കെയാണ് സംസാര വിഷയം. തിടുക്കപ്പെട്ട് ഒന്നും വേണ്ട എന്ന് പ്രസന്നചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ വിദേശയാത്ര കഴിഞ്ഞ് വന്നിട്ട് മതി. പക്ഷെ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് വെക്കണം. രാജഗോപാലും പ്രസന്നചന്ദ്രനും കൂടി അടുത്ത മാസം സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ട്രാവൽ ഏജൻസി വഴി അതിൻ്റെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ പിള്ളേരെവിടെ പോയി? കുറേ നേരമായല്ലോ. മല്ലിക ഇടയ്ക്ക് ആരോടൊന്നില്ലാതെ ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. പോവണ്ടേ? രാജഗോപാലിനോട് ചോദിച്ചിട്ട് മല്ലിക എഴുന്നേറ്റു. ലാവണ്യ വിനയൻ്റെ മുറിയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. ബുക്ക് ഷെൽഫിലെ ഓരോ പുസ്തകവും അവൾ മറിച്ചു നോക്കി. വിനയനെ വിളിച്ച് അടുത്ത് നിർത്തി. ഈ ബുക്ക് എവിടുന്ന് വാങ്ങി? ഇതെന്ന് വാങ്ങി? ഇത് കൊള്ളാമോ? ഇതെല്ലാം വായിച്ചിട്ടുണ്ടോ എന്നെല്ലാം അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. വിനയൻ തൊട്ടുകാട്ടിയ പുസ്തകങ്ങളിൽ അവളും തൊട്ടു. അവൻ്റെ വിരലുകളിൽ അവൾ അറിയാതെ എന്നവണ്ണം സ്പർശിച്ചു. അവൻ കുറെ കൂടി ചേർന്ന് നിന്നിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവൻ പിന്നിലൂടെ ഒരു കൈ ചുറ്റി തന്നെ അടുപ്പിച്ച് നിർത്തുന്നില്ല? എന്തുകൊണ്ട് അവൻ തൻ്റെ കവിളത്ത് കൈത്തലം ചേർത്ത് മുഖം അവൻ അഭിമുഖമായി തിരിച്ചിട്ട് മുഖം താഴ്ത്തി തൻ്റെ ചുണ്ടിൽ ഒരു ഉമ്മ തരുന്നില്ല? ഇത്രയൊക്കെ ആത്മനിയന്ത്രണം ആവശ്യമുണ്ടോ? ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ച ആളല്ലേ? അവൾ ഇടയ്ക്ക് അവൻ്റെ മുഖത്തിന് നേർക്ക് മുഖം തിരിച്ച് സംസാരിച്ചു. തൻ്റെ ശ്വാസത്തിന് ചൂടുണ്ടെന്ന് അവൾക്ക് തന്നെ തോന്നി. ഇടയ്ക്ക് എന്തോ കാര്യം സംസാരിക്കവേ ലാവണ്യ വാക്കുകൾ മറന്നുപോയി. അവൾ കണ്ണും ശ്വാസവും മാത്രമായി. പോകാം, നമ്മളെ തിരക്കുന്നുണ്ടാവും, വിനയൻ പറഞ്ഞു. കാതരമായ ഒരു നോട്ടം അവൻ്റെ മുഖത്തേക്ക് പാറി വീണു. അടുത്ത നിമിഷം അവൾ മുഖമെത്തിച്ച് അവൻ്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തു. വിനയൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപേ അവൾ തിരിഞ്ഞ് വാതിലിന് നേർക്ക് നീങ്ങി. മല്ലികയും അംബികച്ചിറ്റയും സംസാരിച്ചു കൊണ്ട് വാതിൽക്കൽ എത്തിച്ചേരുകയും ചെയ്തു. അനുപ്രിയ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. അത് മനഃപൂർവ്വം വായടച്ച് വെച്ചിരിക്കുന്ന ഒരു ജീവിയാണെന്ന് അവൾക്ക് തോന്നി. വേണമെന്ന് വെച്ചാൽ അതിനെ ശബ്ദിക്കാവുന്നതേ ഉള്ളൂ. വിനയേന്ദ്രൻ സാർ ഇനി വിളിക്കുമോ? വിരുന്ന് വന്ന അതിഥികൾ ഇതുവരെ പോയില്ലേ? അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നെഞ്ചിൽ ഇടിമുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. വിനീചന്ദ്രൻ സാർ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, അതിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാം മുമ്പേ തന്നെ തീരുമാനിച്ച് വെച്ചിരുന്നതാണോ? ആ കല്യാണം നടക്കാൻ പോവുകയാണോ? ശ്വാസം എവിടെയൊക്കെയോ അടഞ്ഞു പോകുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. വേണ്ടത്ര ശ്വാസം കിട്ടുന്നില്ല. വിവാഹം തീരുമാനിച്ച് വെച്ചിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് വിനയേന്ദ്രൻ സാർ തന്നോട് സ്നേഹം കാണിച്ചതെന്ന് ഓർത്ത് അവൾ സങ്കടപ്പെട്ടു. പക്ഷേ അത് സ്നേഹം തന്നെയാണെന്ന് അവൾക്കറിയാം. അത് അവൾ പങ്കിട്ട് അനുഭവിച്ചു കഴിഞ്ഞു. തിരിച്ചെടുക്കാൻ പറ്റില്ല. ഹൃദയത്തിലും ഞരമ്പുകളിലും രക്തത്തിലും അത് ജീവകം പോലെ വ്യാപിച്ചു. വിനയേന്ദ്രൻ സാർ തന്നെ വിവാഹം കഴിച്ചേക്കും എന്നൊരു പ്രതീക്ഷയോ വിശ്വാസമോ ഉണ്ടായിരുന്നോ? അവൾ തന്നെത്താൻ ചോദിച്ചു. ഇല്ല എന്നുത്തരം കിട്ടി. അതേക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. ഒരാളിൽ നിന്ന് സ്നേഹവും വാത്സല്യവും കരുതലും കിട്ടുന്നു. താൻ അത് സ്വീകരിക്കുന്നു. അത് നൽകുന്നയാൾക്ക് പ്രാണൻ ഇറുത്തെടുത്ത് കൊടുക്കാനും കൂടി വെമ്പൽ കൊള്ളുന്നു. അതിനപ്പുറത്തേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണമായിരുന്നോ? എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കണമായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ചോദിക്കാനും ആഗ്രഹിക്കാനും പാടില്ല. സ്നേഹം വാങ്ങാം, തിരിച്ചു കൊടുക്കാം, അതിനേ മനസ്സനുവദിക്കുന്നുള്ളൂ. ഓർക്കും തോറും തലയ്ക്കുള്ളിൽ ഒരു ചൂള ചുട്ടുപഴുക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഒന്നും വേണ്ടായിരുന്നു. അച്ഛൻ മരിക്കണ്ടായിരുന്നു. തനിക്ക് ജോലി വേണ്ടായിരുന്നു. വിനയേന്ദ്രൻ സാർ തന്നോട് സ്നേഹം കാണിക്കണ്ടായിരുന്നു. ശരി, വിനയേന്ദ്രൻ സാറിന് ഇഷ്ടമുള്ള വിവാഹം കഴിക്കട്ടെ. അത് തൻ്റെ വിഷയമല്ല. തനിക്കിപ്പോൾ കിട്ടുന്ന സ്നേഹം മാത്രം കിട്ടിയാൽ മതി. കൂടുതലും വേണ്ട, കുറവും വേണ്ട. ഒരു പരിഗണന വേണം. സ്നേഹത്തോടെ നോക്കണം. വാത്സല്യത്തോടെ 2 വാക്ക് പറയണം. പിന്നെ പൊയ്ക്കോട്ടെ. അത്രയും മതിയോ? അനുപ്രിയ കൈപ്പത്തിയുടെ പുറമേ മുറുകെ കടിച്ചു. ശരിക്കും വേദനിക്കുന്നത് വരെ. അവൾക്ക് ആ സ്നേഹച്ചൂടിൽ വെണ്ണ പോലെ ഉരുകണം. മെഴുകുതിരിനാളം പോലെ ജ്വലിച്ച് ഇല്ലാതാവണം. ആ സ്നേഹക്കൂട്ടിനുള്ളിൽ കയറിയിരുന്ന് എല്ലാ പഴുതുകളും അടച്ച് ശ്വാസം മുട്ടി മരിക്കണം. അമ്മയും പൂർണിമയും ഏറ്റുമാനൂരിൽ നിന്നും തിരിച്ചെത്തും മുമ്പേ വിനയചന്ദ്രൻ സാർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. വലിയമ്മയുടെ മകളുടെ കല്യാണവും സദ്യയും 3 മണിയോടെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ മണി 4:30. എത്തേണ്ട സമയം കഴിഞ്ഞു.
കൊച്ചുമോൻ്റെ ക്രിക്കറ്റ് കളി സന്ധ്യ വരെ നീളും. ഞായറാഴ്ച ദിവസങ്ങൾ അതിനുവേണ്ടി അവന് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. അമ്മയും പൂർണിമയും വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല. വിനയചന്ദ്രൻ സാർ വിളിച്ചപ്പോൾ എന്തൊരാഹ്ലാദമായിരുന്നെന്ന് അനുപ്രിയ ഓർത്തു. എന്തൊരു സ്നേഹത്തിലായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. പെട്ടെന്ന് വാളുകൊണ്ട് വെട്ടിമുറിച്ച പോലെ അത് രണ്ടായി പിളർന്നു. ഇവിടെ മുറിവിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അനുപ്രിയ എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി. അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി. ഫോൺ റിങ് ചെയ്ത പോലെ തോന്നിയിട്ട് അവൾ തിരിച്ചോടി വന്നു. ഇല്ല, അത് തോന്നലായിരുന്നു. എന്നിട്ടും ഫോൺ എടുത്തു നോക്കി. മിസ്ഡ് കോൾ ഇല്ല. കൈവെള്ളയിൽ നെറ്റി താങ്ങിയിരിക്കെ പൊടുന്നനെ ബെല്ലടിച്ചു. അനുപ്രിയ ഞെട്ടിപ്പോയി. അവൾ ഫോൺ ധൃതി പിടിച്ചെടുത്തപ്പോൾ അത് കയ്യിൽ നിന്നും വഴുതി താഴെ വീണു. നിലത്ത് കിടന്നും അത് റിങ് ചെയ്യുന്നത് കണ്ട് വീണുപോയ കുഞ്ഞിനെ എന്ന പോലെ അവൾ അതിനെ വാരിയെടുത്തു. കോൾ ബട്ടൺ പ്രസ് ചെയ്ത് കാതോട് ചേർത്തു. ഹലോ അനു. സ്നേഹമസൃണമായ ശബ്ദം. അനുപ്രിയ വീർപ്പടക്കി. എൻ്റെ കുട്ടി അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണോ? ചോദിച്ചു തീർന്നതും അവൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. എല്ലാ ആശ്വാസവചനങ്ങളും വിപുലമായ ശേഷം കടുത്ത ഒരു ശാസന കേൾക്കേണ്ടി വന്നു അത് നിൽക്കാൻ. കരച്ചിലിൻ്റെ ഒച്ച ഇവിടെ കേൾക്കരുത്. അപ്പം തന്നെ ഞാൻ ഫോൺ വലിച്ചെറിഞ്ഞിട്ട് പോകും. അതോടെ അവൾ ചുരിദാറിൻ്റെ ഷാൾ എടുത്ത് കടിച്ചു പിടിച്ചു. ആ കരഞ്ഞ മുഖമൊന്ന് കാണട്ടെ, അവൻ പറഞ്ഞപ്പോൾ അവന് കാണാൻ വേണ്ടി അവൾ മുഖമുയർത്തി. ആ കണ്ണൊന്ന് തുറന്നേ. അവൾ കണ്ണ് തുറന്ന് അവനെ നോക്കി. ആ കണ്ണിൽ കണ്ണുനീരിൻ്റെ നനവിന് മീതെ ഒരു ഉമ്മ. അനുപ്രിയ അറിയാതൊന്ന് പിടഞ്ഞു. ശരിക്കും അങ്ങനെ സംഭവിച്ചുവോ? ഇനി അടുത്ത കണ്ണിലും ഉമ്മ. ഇനിയൊന്നും വേണ്ട, ഇങ്ങനെ ഇരുന്ന് മരിച്ചു പോയാൽ മതി. അവൾ മിഴിയിണകൾ പൂട്ടി വിസ്മൃതി കൊണ്ട് മുദ്ര വെച്ചു. വിലാസിനിയും പൂർണിമയും വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു. വെയിൽ മിക്കവാറും മാഞ്ഞു കഴിഞ്ഞിരുന്നു. വീട്ടിനുള്ളിലേക്ക് കയറിയ വിലാസിനി വിസ്മയം പൂണ്ട് നിന്നു. ഏതാണ്ട് എല്ലാ ജോലികളും തീർത്തു വച്ചിരിക്കുന്നു. അടുക്കള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. മുറികളെല്ലാം തൂത്തു തുടച്ചു. മുറ്റം തൂത്ത് വെള്ളം തളിച്ചു. ഇനി സന്ധ്യാദീപം കൊളുത്തിയാൽ മതി. ചേച്ചിക്കിത് എന്തു പറ്റിയോ ആവോ? പൂർണിമ ആശ്ചര്യപ്പെട്ടു. അപ്പോഴേക്കും അനുപ്രിയ കുളിമുറിയിൽ നിന്ന് ഈറൻ തോർത്ത് തലയിൽ ചുറ്റി ഇറങ്ങി വന്നു. വീടിൻ്റെ വാതിൽ തുറന്നിട്ടിട്ടാണോടി കുളിക്കാൻ പോയത്? വിലാസിനി മകളെ ശാസിച്ചു. വല്ല കള്ളന്മാരും കയറിയിരുന്നെങ്കിലോ? പിന്നെ കള്ളൻ ഇവിടെ നിധിയല്ലേ ഇരിക്കുന്നത് കള്ളൻ എടുത്തോണ്ട് പോകാൻ. കള്ളന്മാർക്ക് വിലപിടിപ്പുള്ളത് വേണമെന്ന് ഇപ്പോൾ ഒരു നിർബന്ധവുമില്ല. മുറ്റത്തെ അഴയിൽ ഉണങ്ങാൻ വിരിച്ചിട്ട തുണി പെറുക്കിക്കൊണ്ട് പോകുന്ന കള്ളന്മാരും ഉണ്ട്. വെളിയിൽ തേച്ച് കഴുകാൻ എടുത്തിട്ട പാത്രങ്ങൾ കട്ടുകൊണ്ട് പോണു. പിന്നെ വിലാസിനി തർക്കിച്ചു. എൻ്റെ അമ്മേ, ഒന്നും ആരും എടുത്തോണ്ട് പോയില്ലല്ലോ. അത് വിട്, നിങ്ങളെന്താ ഇത്രയും വൈകിയെന്ന് പറ. ആർപ്പുക്കരയെന്ന് ഇന്ദ്രചേച്ചിയുടെ മോൾ അശ്വതി വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. ഇന്ദ്രചേച്ചി എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞു വീണ് ഇടുപ്പല്ല് പൊട്ടിക്കിടപ്പാണെന്ന്. അതറിഞ്ഞിട്ട് ഒന്ന് കാണാതെ പോരുന്നത് എങ്ങനാ? കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അശ്വതിയുടെ കൂടെ ആർപ്പൂക്കരയ്ക്ക് പോയി. വിലാസിനി വിശദീകരിച്ചു. ഞാൻ ഓർത്തു എന്താ വൈകുന്നേന്ന്. 4 മണിക്ക് മുമ്പ് വരേണ്ടതല്ലേ? കൊച്ചുമോൻ ഇതുവരെ വന്നില്ലോടി? ഇല്ല, അവൻ്റെ ക്രിക്കറ്റ് കളി ഇന്നത്തോടെ നിർത്തിയേക്കണം അമ്മേ. നേരെ സന്ധ്യയായി, പൂർണിമ നിർദ്ദേശിച്ചു. അനുപ്രിയ തലയിൽ ചുറ്റിക്കെട്ടിയ തോർത്തഴിച്ച് പിഴിഞ്ഞ് മുടി ഒന്നുകൂടി തുവർത്തി. ഒരു വശത്തേക്ക് വളഞ്ഞു നിന്ന മുടി മുഴുവൻ ആ വശത്തേക്കാക്കി അവൾ മുടി തുവർത്തുന്നത് കണ്ട് പൂർണിമ അസൂയപ്പെട്ടു. ഈ ചേച്ചിയുടെ പകുതി മുടിയെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ. നല്ലപോലെ സൂക്ഷിക്കണം മുടി, അറിയോ? കൃത്യമായി എണ്ണ പുരട്ടി മസാജ് ചെയ്ത് ഷാമ്പുവോ പയറുപൊടിയോ കൊണ്ട് കഴുകി കിടക്കാൻ നേരെ ഒതുക്കി വെച്ച് അങ്ങനെ. നിനക്ക് മുടിയുടെ ചെട വിടർത്തണമെങ്കിൽ പോലും അമ്മയുടെ സഹായം വേണമല്ലോ, അനുപ്രിയ പറഞ്ഞു. ഓ, ഇത്ര മുടിയുണ്ടായിരുന്നെങ്കിൽ ഞാനും നല്ലപോലെ സൂക്ഷിച്ചേനെ. പൂർണിമ മുഖം വീർപ്പിച്ചു. അനുപ്രിയ തോർത്ത് കുടഞ്ഞ അഴയിൽ വിരിച്ചു. പിന്നെ മുടി മാറിലേക്ക് എടുത്ത് വിരിച്ച് വിരലുകൾ കൊണ്ട് കോതി വിടർത്താൻ തുടങ്ങി. പടിഞ്ഞാറ് അസ്തമയ ചക്രവാളം ചുവന്നു. പൂർണിമ അകത്തുപോയി ഡ്രസ്സ് മാറി തിരിച്ചു വന്നപ്പോഴേക്കും അനുപ്രിയ മുറ്റത്ത് നിന്ന് മുടിയിഴകൾ കോതി വിടർത്തുകയാണ്. ഏതോ കാണാമറയത്തേക്ക് നോക്കി അവൾ പുഞ്ചിരി തൂകുന്നുണ്ട്. ഇടയ്ക്കൊരു മൂളിപ്പാട്ടിൻ്റെ ഈണവും കേട്ടു. സന്ധ്യാംബരത്തിൻ്റെ ചുവപ്പ് രാശി അവളുടെ കവിളിണകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അനുചേച്ചിയെ ഇത്ര സുന്ദരിയായിട്ട് ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പൂർണിമയ്ക്ക് തോന്നി. മതിമറന്നാണ് നിൽപ്പ്. ഇത്രമേൽ സന്തോഷവതിയായി മുമ്പ് കണ്ടിട്ടില്ല. പ്രേമവതിയായ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന് തിളക്കം ഇരട്ടിക്കുമെന്ന് പൂർണിമ എവിടെയോ വായിച്ചിട്ടുണ്ട്. സന്തോഷം മനുഷ്യൻ്റെ ഭംഗി വർദ്ധിപ്പിക്കും. സന്തോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം പ്രണയത്തിൻ്റേതത്രേ. പ്രേമാനന്ദത്തിൻ്റെ അപ്പുറത്ത് വേറൊരു സന്തോഷവുമില്ല. അപ്പോൾ സൗന്ദര്യം 10 ഇരട്ടിയാകും.
അനുചേച്ചി ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം പൂർണിമയുടെ മനസ്സിൽ അങ്കുരിച്ചിട്ട് ദിവസങ്ങളായി. ചില ദിവസങ്ങളിൽ അത് എന്തൊരാനന്ദമാണ് ചേച്ചിക്ക്. അതിൻ്റെ ഒരു പങ്ക് തനിക്കും അനീഷിനും അമ്മയ്ക്കും എല്ലാം കിട്ടും. എല്ലാവരോടും അലിവും വാത്സല്യവും കൂടും. പലപ്പോഴും സ്വയം മറന്നാണ് നടപ്പും ഇരിപ്പും ഭക്ഷണം കഴിക്കലും എല്ലാം. വിനയചന്ദ്രൻ സാറിനോട് അനുചേച്ചിക്ക് പ്രേമമുണ്ടോ എന്ന് പൂർണിമയ്ക്ക് സംശയമുണ്ട്. ആ പേര് ചേച്ചി ഉച്ചരിക്കുന്നതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അത്രമേൽ മധുരമായി ആർക്കും പറയാൻ കഴിയില്ല. അയാളെപ്പറ്റി പറയുമ്പോൾ ചേച്ചിയുടെ കണ്ണുകളിലെ തിളക്കവും സ്വരത്തിൻ്റെ ഇമ്പവും ഒന്ന് വേറെ തന്നെയാണ്. ഒരുപക്ഷെ ചേച്ചിക്ക് അയാളോട് നിഗൂഢമായ ഒരു പ്രണയം ഉണ്ടായിരിക്കണമെന്ന് പൂർണിമ വിചാരിച്ചു. അനുചേച്ചി തൻ്റെ ചേച്ചിയാണെങ്കിലും തന്നെപ്പോലെ തന്നെ മനസ്സുറയ്ക്കാത്ത ഒരു പെൺകുട്ടിയാണല്ലോ എന്നവൾ ഓർത്തു. തന്നേക്കാൾ 3 വയസ്സ് പ്രായക്കൂടുതലുണ്ടെന്ന് മാത്രം. 2 പെൺകുട്ടികൾ. ഒരാൾ മറ്റേയാളെ ചേച്ചി എന്ന് വിളിക്കുന്നു എന്നല്ലാതെ ആ 3 വയസ്സ് തങ്ങൾക്കിടയിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പൂർണിമ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അതും അനുപ്രിയ കണ്ടില്ല. ഏയ്, ഇതെവിടാ? പൂർണിമ ചോദിച്ചു. അനുപ്രിയ പെട്ടെന്ന് മുഖം തിരിച്ച് അവളെ നോക്കി. നീ ആകാശം കണ്ടോ? എന്തൊരു ചുവപ്പാ! ലോകത്തിലെ പെയിൻറ്റർമാരെല്ലാം കൂടി പെയിൻറ് ചെയ്താലും ഇത്രയും ഭംഗിയായിട്ട് വരച്ചെടുക്കാൻ പറ്റില്ല. അത് സത്യമാണെന്ന് പൂർണിമയ്ക്കും തോന്നി. കൊതിപ്പിക്കുന്ന ഒരു ചുവപ്പ് ഭംഗി ചക്രവാളം നിറയെ. അവിടെ പർവ്വതങ്ങളും നദികളും താഴ്വരകളും സമതലങ്ങളും കാടുകളും സമുദ്രങ്ങളും മുട്ടക്കുന്നുകളുമുണ്ട്. എല്ലാം ചുവപ്പിൻ്റെ 6000 നിറഭേദങ്ങൾ കൊണ്ട് വിരചിതമായവ. ഇന്നെന്താ ഇത്ര വലിയ സന്തോഷം? ഒരു മൂളിപ്പാട്ടൊക്കെ ഉണ്ടല്ലോ. ഞാനെന്തിനാ ദുഃഖിച്ചിരിക്കുന്നേ? അങ്ങനെ വേണോ? അല്ല, പതിവില്ലാതെ വീട്ടുജോലിയൊക്കെ തീർത്തു, നേരത്തെ കുളിച്ചു. ആകാശമൊക്കെ നമ്മൾ എന്നും കാണുന്നതല്ലേ. നിനക്ക് എന്തു പറ്റി പെണ്ണേ? എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാനും പാടില്ലേ? വിനയേന്ദ്രൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഒരു നിമിഷം അനുപ്രിയ പരിഭ്രമിച്ചു പോയി. വിളിച്ചാൽ എന്താ കുഴപ്പം? ഇടയ്ക്ക് വിളിക്കാറുള്ളതല്ലേ. എനിക്കൊരു സംശയം. എന്ത് സംശയം? ചേച്ചിക്ക് അങ്ങോട്ട് ഇത്തിരി പ്രേമമുണ്ടോന്ന്? ആ, ഉണ്ട്. അനുപ്രിയ കൂസലില്ലാതെ പറഞ്ഞത് കേട്ട് പൂർണിമയ്ക്ക് ചിന്താക്കുഴപ്പമായി. ശരിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ വയ്യാത്ത മറുപടി. അനീഷ് സൈക്കിളിൻ്റെ കരിയറിൽ ക്രിക്കറ്റ് ബാറ്റും വെച്ച് സൈക്കിൾ ചവിട്ടി വരുന്നുണ്ടായിരുന്നു. അവൻ റോഡരികിൽ സൈക്കിൾ നിർത്തി ഇറങ്ങി. വടക്കുപുറത്തെ ചെരിഞ്ഞ വഴിയിലൂടെ സൈക്കിൾ ഉന്തിക്കയറ്റി മുറ്റത്തെത്തി. അതോടെ പൂർണിമ അവൻ്റെ നേർക്ക് തിരിഞ്ഞു. നീ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേടാ? സന്ധ്യ വരെ കളി. ഇനി നീ കളിക്കാൻ പോണത് എനിക്കൊന്ന് കാണണം. ഈ ക്രിക്കറ്റ് ബാറ്റ് ഞാൻ വെട്ടിക്കീറി അടുപ്പിൽ വയ്ക്കും, നോക്കിക്കോ. കൊച്ചുമോ വന്നോടി? വിലാസിനെ അകത്തു നിന്നും വിളിച്ചു ചോദിച്ചു. ഓ, വന്നു. അമ്മയെ അവനെ വഷളാക്കുന്നേ. ഈ കളി നിർത്താതെ ഇവ നന്നാവൂല. പൂർണിമ ശകാരിച്ചുകൊണ്ടേയിരുന്നു. എന്നെ വഴക്ക് പറയാൻ ഇവിടെ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. കുഞ്ഞേച്ചി വലിയ കാരണവത്തി കളിക്കല്ലേ. അതും പറഞ്ഞ് സൈക്കിൾ തള്ളിക്കൊണ്ടവൻ പിന്നാമ്പുറത്തേക്ക് പോയി. അനുപ്രിയ വരാന്തയിലേക്ക് കയറി വന്ന് മുഖക്കണ്ണാടി എടുത്തു നോക്കി. സംശയകരമായ വിധത്തിൽ തനിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ സ്നേഹത്തോടെ സംസാരിച്ചാൽ പ്രത്യക്ഷമായ മാറ്റങ്ങൾ മുഖത്തുണ്ടാകുമോ? താൻ മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ ഒരരുവി ഒഴുകുന്നുണ്ട്. അതിൻ്റെ ശബ്ദമാണ് മൂളിപ്പാട്ടായി പുറത്തു വന്നത്. സന്ധ്യാരാഗം മുമ്പും ഭംഗിയുള്ളതായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോഴാണ് ആ പ്രകാശധോരണി മനസ്സിൽ ഇത്രമേൽ പതിയുന്നത്. വിനയചന്ദ്രൻ ചെറിയൊരു മയക്കത്തിലായിരുന്നു. അംബികച്ചിട്ടിയുടെ ഒച്ച കേട്ടവൻ കണ്ണു തുറന്നു. എന്താ വിനുക്കുട്ട, സന്ധ്യാനേരത്തൊരു മയക്കം? ഓ, ചുമ്മാ കിടന്ന് കണ്ണടഞ്ഞു പോയി. ഇതേ കാർത്തിക വിളിക്കുന്നു. കുറേ മുമ്പേ അവൾ വിളിച്ചപ്പോൾ നീ ബിസി ബിസി ബിസി. ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. സൈലൻ്റ് ആക്കി വെച്ചിരിക്കുക ചിറ്റേ. വിനയൻ അംബികച്ചിട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ഹോൾഡ് ചെയ്യുവാണോ? ആ, അതെ. വിനയൻ ഫോൺ കാതോട് ചേർത്തു. ഹലോ ചേച്ചി, നിന്നെ എത്ര തവണ വിളിക്കണമെടാ ഒന്ന് കിട്ടണമെങ്കിൽ? പിന്നെ ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ചതല്ലേ? ഇന്നത്തെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോഴൊക്കെ ബിസി. ആരോടാ ഇത്രയും കിന്നാരം? കിന്നരിക്കേണ്ട പ്രായത്തിൽ കിന്നരിക്കണ്ടേ? ആരോടാണെന്നാ ചോദിച്ചേ? എൻ്റെ സ്ഥാനത്ത് ചേച്ചിയാണെങ്കിൽ പറയൂ ആരോടാണെന്ന്. ഇനി എല്ലാം നിർത്തിക്കോ മോനെ. വലിയേട്ടൻ നിന്നെ പിടിച്ച് കെട്ടിക്കാൻ പോവല്ലേ? പിന്നെ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിനക്ക് പാതി സമ്മതമാണെന്നാണല്ലോ ഇവിടെ കിട്ടിയ വാർത്ത. നോർത്തിലേക്ക് ആരാ അങ്ങനെ ഒരു ബുള്ളറ്റിന് അയച്ചത്? വലിയേട്ടൻ തന്നെ. ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താടാ? ചേച്ചി എന്നാ ഇങ്ങോട്ട് വരുന്നേ? ഇനി ഓണത്തിന് അങ്ങനെ കൂടെ ഓടി വരാൻ പറ്റുമോ? ഓ, ലീവ് എടുത്താൽ പോരെ? ഇവിടെ 2 പിള്ളേർ പഠിക്കുന്നുണ്ട്. പിന്നെ രവിയേട്ടൻ്റെ കാര്യം നോക്കണ്ടേ? രാവിലെ ഒരു ഫ്ലൈറ്റേ കയറി ഇങ്ങ് വന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോകാം ചേച്ചി.
ഞാൻ എന്തിനാ ഇത്ര അർജൻറ്റായിട്ട് വരണേ? ചേച്ചി, വലിയേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒന്നാമത് എനിക്ക് 1-2 വർഷം കഴിഞ്ഞ് മതി കല്യാണം. രണ്ടാമത് എനിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കണം. അയ്യോടാ, ഇതിന് ഞാൻ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെന്നോ? വേറെ ആരാ ചേച്ചി എനിക്കുള്ളത്? അമ്പിയച്ചിറ്റ ഇത്തിരി വലതുപക്ഷ ചായവ, അതായത് വലിയേട്ടൻ്റെ സൈഡ്. അത് പറഞ്ഞിട്ട് അവൻ അമ്പിയച്ചിറ്റയെ നോക്കി. ഇതിന് ഞാൻ നിന്നെ മറുപടി പറഞ്ഞോളാം. അമ്പിയച്ചിറ്റ ഗൗരവത്തിൽ അവനെ നോക്കി. നീ ഒരു കാര്യം ചെയ്യുവിനിക്കുട്ട, നീ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ മതി. വലിയേട്ടൻ കാണിച്ചു തന്ന പെണ്ണിനെ പ്രേമിച്ചോ. കല്യാണം 2 വർഷം കഴിഞ്ഞിട്ട് മതി. മതി മതി, ഫോൺ വെച്ചോ ചേച്ചി. എടാ മോനെ, വലിയേട്ടൻ പറയുന്നതിൽ എന്താ വേണ്ട ചേച്ചി? ദേ ഞാൻ കട്ട് ചെയ്യാൻ പോവുക, ബൈ. അവൻ കോള് കട്ട് ചെയ്ത് ഫോൺ അമ്പിയെ ചിറ്റയെ തിരിച്ച് ഏൽപ്പിച്ചു. ചിറ്റേ, ഇത് വലിയേട്ടൻ പറഞ്ഞ് വിളിപ്പിച്ചതാ ചേച്ചിയെ കൊണ്ട്. ഞാൻ ആരുടെ പക്ഷമാണെന്നാ വിനിക്കുട്ടാ നീ പറഞ്ഞത്? അമ്പിയെ ചിറ്റ അവൻ്റെ ചെവിക്ക് പിടിച്ചു. ഏയ്, ആരുടെ പക്ഷമല്ല, നിഷ്പക്ഷം. ഇടയ്ക്ക് പെൻഡിലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും, അത്രേ ഉള്ളൂ. വിനയൻ കിടക്ക് വിട്ട് എഴുന്നേറ്റു. അമ്പിയെ ചിറ്റ ഫോണുമായി തിരിച്ചു ചെന്നപ്പോൾ പ്രസന്നചന്ദ്രൻ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞോ? കാർത്തിക സംസാരിക്കാൻ അവൻ സമ്മതിച്ചിട്ട് വേണ്ടേ? പ്രസന്നചന്ദ്രൻ വാഷ് ബേസിനിൽ മുഖം നന്നായി കഴുകിക്കൊണ്ട് ടവലെടുത്ത് തുടച്ചു. നീ ഇതെങ്ങോട്ടാ ഈ നേരത്ത്? ടൗണിലൊന്ന് പോകണം. നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ വൈകിട്ടാ. സുമംഗലി ഓഡിറ്റോറിയം. അയാൾ ടവൽ ഹോൾഡറിലിട്ടു. കാർത്തിയോടാവും പറഞ്ഞത് എന്താണെന്നറിയോ? അവന് 2-3 വർഷം കഴിഞ്ഞ് മതി കല്യാണം. പിന്നെ അവനെ സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്ന്. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞേ? ആർക്കറിയാം, അവനതായിരിക്കും താല്പര്യം. നിലവിൽ അവൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഏയ്, അതിനൊരു സാധ്യതയുമില്ല. ഞാൻ ആലോചിച്ച വിവാഹം അവനെന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമില്ലെന്ന് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് അവരിവിടെ വന്നിട്ട് പോയി. എന്നിട്ടും അവൻ്റെ ഭാഗത്ത് ഒരു സമ്മതസൂചന തന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കാർത്തിയെ കൊണ്ട് വിളിപ്പിച്ചത്. അവളോടാകുമ്പോൾ അവൻ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. സംഗതി ഇതാണെന്ന് മാത്രം. അവന് ലാവണ്യെ വലിയ താല്പര്യമില്ല അല്ലേ? എനിക്കും അങ്ങനെ തോന്നി. ചിറ്റയുടെ അഭിപ്രായം തുറന്നു പറ. അത് നല്ല ബന്ധമല്ലേ? നല്ലതാ, എനിക്കിഷ്ടമായി. എങ്കിൽ പിന്നെ ഞാൻ അത് തന്നെ നടത്തും. ഇത്രയും കാലം വിനയൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചതും നടത്തിക്കൊടുത്തതും ഞാനാ. ഇതും ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ മതി. അവന് വേണ്ടി സ്വന്തം ജീവിതം വേണ്ടെന്ന് വെച്ചവനാ ഞാൻ. എൻ്റെ വാക്കിനൊരു വിലയില്ലേ? പ്രസന്നചന്ദ്രൻ്റെ സ്വരത്തിൽ കാർക്കശ്യം കലർന്നു. പ്രസന്ന, നമ്മൾ എന്തിനാ കടുംപിടുത്തം? അമ്പിയച്ചിട്ട് ചോദിച്ചു. കടുംപിടുത്തം അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നാൽ മതി. എൻ്റെ കടമയാണ് ഞാൻ ചെയ്യുന്നത്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഡ്രസ്സ് മാറാൻ വേണ്ടി പ്രസന്നചന്ദ്രൻ മുറിയിലേക്ക് പോയി. അമ്പിയച്ചിറ്റയുടെ മനസ്സിൽ ഒരു ദുശങ്കയുണർന്നു. ഈ ഒരു അഭിപ്രായ വ്യത്യാസം വളർന്നു വലുതാകുമോ? വിനയചന്ദ്രൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു. വലിയേട്ടൻ മനസ്സാ നിശ്ചയിച്ചു കഴിഞ്ഞു അനുജൻ്റെ വധു ആരാണെന്ന്. കോൺട്രാക്ടർ രാജഗോപാലുമായി ബന്ധത്തിന് ഒരടിത്തറ പണിത് വെച്ചിരിക്കുകയാണ് വലിയേട്ടൻ. ഇനി അതിന്മേലാണ് അനുജൻ്റെ ഭാവി സൗധം കെട്ടിപ്പടുക്കേണ്ടത്. സാധാരണഗതിയിൽ ആർക്കും തികച്ചും അഭിമുഖാമിയാണ് ലാവണ്യ. തൻ്റെ ആശയങ്ങളുമായി ഒത്തുനിൽക്കാനുള്ള സന്നദ്ധത അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് വേണ്ടത് അങ്ങനെയൊരു പെൺകുട്ടിയേ അല്ലല്ലോ. അനുപ്രിയയാണോ തനിക്ക് ലാവണ്യയ്ക്കും ഇടയിൽ നിൽക്കുന്ന വില്ലത്തി? അവൻ അങ്ങനെയും ചിന്തിച്ചു നോക്കി. അല്ല, അനുപ്രിയയെ കണ്ടുമുട്ടിയില്ലെങ്കിൽ പോലും തനിക്ക് ലാവണ്യയോട് പ്രണയം തോന്നിയിരുന്നില്ല. അതാണ് സംഗതി. തനിക്ക് അവളോട് പ്രണയമില്ല. തീർത്തും അരോചകമായ പെരുമാറ്റം ഒന്നും ലാവണ്യയിൽ നിന്നുണ്ടായിട്ടില്ല. അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ട്. ഉത്സാഹവതിയാണ്. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും ആക്ഷേപം പറയാനില്ല. അവളോട് സംസാരിച്ചിരിക്കാനും തടസ്സമൊന്നുമില്ല. പക്ഷെ പ്രണയം വരുന്നില്ല. അവൾ അടുത്ത് നിൽക്കുമ്പോൾ താൻ അവളിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. അവൾ അടുത്തു വരാൻ ശ്രമിക്കുമ്പോൾ കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ അടുക്കാൻ ശ്രമിക്കുമ്പോഴത്തെ പോലെ പിന്നോട്ട് തള്ളപ്പെടുന്നു. എന്നാൽ അനുപ്രിയയോട് അങ്ങനെയല്ല. അവൾ അരികെ നിൽക്കുമ്പോൾ എന്തൊരു കാന്തശക്തിയാണ് മനസ്സിനും ശരീരത്തിനും. വരണ്ടു കിടക്കുന്ന മണ്ണിനടിയിൽ നിന്നും കല്ലിടുക്കുകളിൽ നിന്ന് പോലും മഴക്കാലത്ത് ഉറവ പൊട്ടുന്നത് പോലെ അവളുടെ സാമീപ്യത്തിൽ ഹൃദയത്തിലെമ്പാടും പ്രേമം പൊട്ടിയുതിരുന്നു. വിനയൻ തൻ്റെ ദേഹം ഉരിഞ്ഞു കളഞ്ഞ് ഒരു കാറ്റായി സുഗന്ധമായി കുന്നിറങ്ങി പാടശേഖരത്തിന് നടുവിലെ റോഡിലൂടെ പറന്ന റോഡ് വക്കത്തെ വീടിനുള്ളിലേക്ക് കയറി സുതാര്യമായ വെള്ളവിരി മാറ്റി നോക്കി. അനുപ്രിയ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. തൻ്റെ കൈത്തണ്ടിയിൽ കവിൾത്തടം ചേർത്ത് ഏതോ മധുരസ്വപ്നത്തിൻ്റെ അനുഭൂതിയിൽ ലയിച്ച് ഒരു വശം ചെരിഞ്ഞ് താൻ ഉമ്മ വെച്ചപ്പോൾ കൂമ്പിപ്പോയ മിഴികൾ പിന്നെ അവൾ തുറന്നിട്ടേയില്ല. ഇനി അവൾ മിഴി തീർക്കണമെങ്കിൽ അതിനു മീതെ അതിമൃദുലമായി ഒരു ഉമ്മ കൂടി നൽകണം. അല്ലെങ്കിൽ അവൾ ഉണരുകയേയില്ല. മുഖം താഴ്ത്തി ആ കൺപോളകൾക്ക് മീതെ ഉമ്മ വെച്ച് അവളെ ഉണർത്താൻ അവൻ എന്തെന്നില്ലാത്ത ആഗ്രഹം തോന്നി. വേണ്ട, അവൾ ഉറങ്ങട്ടെ. ഇതെല്ലാം ശരിക്കും സംഭവിക്കുന്നത് പോലെ അനുഭവിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് അവൻ അത്ഭുതപ്പെട്ടു. പ്രണയത്തിൻ്റെ ഇന്ദ്രജാല ഇനിയും വിസ്മയക്കാഴ്ചകളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായി
അവൻ കണ്ണടച്ച് കാത്തു കിടന്നു. ഇന്ന് ഏത് ഡ്രസ്സാണ് ഓഫീസിൽ പോകാൻ അണിയേണ്ടതെന്ന് സംശയിച്ച് അലമാരിയുടെ 2 പാളിയും തുറന്നു പിടിച്ച് നിൽക്കുകയായിരുന്നു അനുപ്രിയ. അലമാരിയുടെ ഒരു തട്ട് അവൾക്കുള്ളതാണ്. ഏറ്റവും മുകളിലത്തെ തട്ടിൽ അനീഷിൻ്റെ ഡ്രസ്സ്, അതിന് താഴെ പൂർണിമയുടെ, ഏറ്റവും അടിയിലുള്ള തട്ടിലാണ് വിലാസിനിയുടെ ഡ്രസ്സ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ഒരു തടിയലമാരയാണ്. അത് ഡ്രസ്സിംഗ് ടേബിളായി ഉപയോഗിക്കുന്നു. വീട്ടിൽ നിത്യേന അണിയാനുള്ള ഡ്രസ്സ് അതിലാണ് അടുക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ അറ സുധാകരൻ്റേതായിരുന്നു. അതിനുള്ളിൽ ഇപ്പോഴും സുധാകരൻ്റെ ഡ്രസ്സ് സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് സാരി ഉടുത്താലോ എന്നായി അനുപ്രിയയുടെ ആലോചന. എല്ലാം കൂടി 10-12 സാരികളേയുള്ളൂ. അതിൽ തന്നെ പട്ടുസാരിയും സിൽക്ക് സാരിയും ഏതെങ്കിലും കല്യാണത്തിനോ ആഘോഷങ്ങൾക്കോ അണിയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. പിന്നെ ഓയിൽ, ഷിഫോൺ, കോട്ടൺ ഇനങ്ങളിൽപ്പെട്ട 7-8 സാരികൾ. അതിൽ 3 കോട്ടൺ സാരിയാണ്. സാരിയുടെ ഉപയോഗം നന്നേ ചുരുക്കമായിരുന്നു. കോളേജിൽ പോകുമ്പോൾ ചുരിദാർ സ്ഥിരമായി ഉപയോഗിച്ചു പോന്നു. അപൂർവം ചില വിശേഷ അവസരങ്ങളിൽ സാരി അണിയും. 2 വർഷം മുമ്പ് വരെ ധാവണി ഉപയോഗിച്ചിരുന്നു. പട്ടുപാവാടയും ബ്ലൗസും പിന്നെ ധാവണി. അനുപ്രിയ ഏറ്റവും അധികം അണിയാൻ ആഗ്രഹിച്ച വേഷങ്ങളായിരുന്നു ഇവ. പക്ഷേ അതിനവൾക്ക് വേണ്ടുവോൾ അവസരങ്ങൾ കിട്ടിയില്ല. ജീവിതത്തിൻ്റെ പകുതിയും സ്കൂൾ യൂണിഫോമിലാണ് കഴിഞ്ഞുകൂടിയത്. പോയ വർഷത്തെ യൂണിഫോം ഡ്രസ്സ് അടുത്ത വർഷം വീട്ടിലണിയാൻ ഉപയോഗിച്ചു. +2 കാലം മുഴുവൻ യൂണിഫോമിനുള്ളിൽ കഴിഞ്ഞുകൂടി. കോളേജിലെത്തുമ്പോഴേക്കും പട്ടുപാവാടയും ധാവണിയും അണിയാനുള്ള പ്രായം കഴിഞ്ഞു. സുധാകരൻ മക്കൾക്ക് ധാരാളം വേഷഭൂഷാദികൾ വാങ്ങിക്കൊടുത്ത് അവരെ അലങ്കരിച്ചൊരുക്കി അഭിമാനിക്കുന്ന തരം അച്ഛനായിരുന്നില്ല. ഓരോ പൈസയും അതിൻ്റെ വിലയറിഞ്ഞ് ചെലവാക്കാൻ അയാൾ ഭാര്യയെയും മക്കളെയും ശീലിപ്പിച്ചിരുന്നു. എണ്ണത്തിലൊന്നും വലിയ കാര്യമില്ല. ഉള്ള ഡ്രസ്സ് നന്നായിരിക്കണം, വൃത്തിയായും ഭംഗിയായും അണിഞ്ഞു നടക്കണം. ഒരാൾ നോക്കുമ്പോൾ അത് നമുക്ക് നന്നായി ഇണങ്ങുന്നുണ്ടെങ്കിൽ അത് അത്ര തവണ നമ്മൾ മുമ്പ് ധരിച്ചിട്ടുണ്ട് എന്നതൊരു വിഷയമല്ല. പൂർണിമ പുതുവസ്ത്രങ്ങൾക്കായി മുറവിളി കൂട്ടുമ്പോൾ സുധാകരൻ പറയാറുണ്ടായിരുന്ന വാക്കുകളാണ്. അനുപ്രിയ അലമാരത്തട്ടിൽ നിന്ന് ഒരു കോട്ടൺ സാരി എടുത്തു. അത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ്. വലിയ പകിട്ടൊന്നുമില്ല, പ്രിൻ്റുകളുടെ ബഹളമില്ല, ചെറിയ പൂക്കൾ മാത്രം, വിടരുന്ന പൂന്തോട്ടത്തിൻ്റെതായ ഒരു ശാലീനതയും സൗകുമാര്യവും. ആ സാരി വിടർത്തി മുഖത്തോട് ചേർത്ത് വാസനിച്ചു. ചന്ദ്രത്തിരിയുടെ സുഗന്ധം. സാരി അണിഞ്ഞ് പ്ലീറ്റ്സ് നല്ലവണ്ണം പിടിച്ചിട്ട് നിലക്കണ്ണാടിക്ക് മുമ്പിൽ ഭംഗി നോക്കി. അച്ഛൻ ഈ സാരി വളരെ ഇഷ്ടമായിരുന്നുവെന്ന് അവൾ ഓർത്തു. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മയിൽ അനുപ്രിയ തന്നെത്താൻ മറന്നു. നിമിഷങ്ങളോളം അങ്ങനെ തന്നെ നിന്നു. ഫോൺ ബെൽ ശബ്ദിക്കുന്നത് കേട്ടതും നെഞ്ചിനുള്ളിൽ നിന്ന് ഒരാന്തലുണ്ടായി. ഇപ്പോൾ എങ്ങനെയാണ്? ഫോൺ ജനാലപ്പടിയിലോ തലയിണക്കീഴിലോ മേശപ്പുറത്തോ ആയിരിക്കാം. പക്ഷേ റിങ് ചെയ്യുന്നത് നെഞ്ചിന് തൊട്ട് താഴെയാണ്. ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ അത് ഉടലാകെ വ്യാപിക്കും. അനുപ്രിയ 3-4 നിമിഷങ്ങൾക്കുള്ളിൽ ഓടിച്ചെന്ന് ഫോണെടുത്തു. വിനയചന്ദ്രൻ സാറല്ലാതെ മറ്റാരും വിളിക്കാനില്ലെന്ന് അവൾക്കറിയാം. വളരെ അപൂർവമായി ഓഫീസിൽ നിന്ന് അരവിന്ദാക്ഷൻ സാറോ ജയരാജൻ സാറോ വിളിച്ചെങ്കിലായി. ഫോൺ നോക്കിയപ്പോൾ വിനയചന്ദ്രൻ എന്ന പേര്. ലോകത്തിലേക്കും പറ്റ ഏറ്റവും മനോഹരമായ പേര്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഇയാൾ എന്താ അവിടെ ചെല്ലുന്നു ചെയ്യുന്നേ? വിനയേന്ദ്രൻ സാറിൻ്റെ സ്വരത്തിൽ അല്പ അക്ഷമ. ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുക. ഇന്ന് സാരി എടുത്ത് വരാൻ പറ്റുമോ? അനുപ്രിയ അതിശയിച്ച് വിരൽ കടിച്ചുപോയി. എന്താ മിണ്ടാത്തത്? പറ്റില്ലേ? ഞാൻ സാരി ആണല്ലോ ഉടുത്തിരിക്കുന്നേ, അവൾ അതിശയ സ്വരത്തിൽ പറഞ്ഞു. ഓ, വിനയേന്ദ്രൻ സാറിൻ്റെ സ്വരത്തിൽ ആശ്ചര്യം. കോട്ടൺ സാരി? ആ അതെ. വിനയേന്ദ്രൻ സാറിൻ്റെ ചിരി ഫോണിൽ. ഇതിനാണ് മനസ്സിൻ്റെ ഒരുമ, ഒത്തിണക്കം എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇവിടെ വിചാരിച്ചപ്പോഴേക്ക് ഇയാൾക്ക് അവിടെ നോഷൻ കിട്ടിക്കഴിഞ്ഞു. അനുപ്രിയയ്ക്ക് അതിയായ സന്തോഷം തോന്നി. ഇനി പറയാൻ പോകുന്നത് ഒരു സ്ട്രേഞ്ച് മാറ്ററാണ്. ഞെട്ടരുത്. കേൾക്കാൻ റെഡിയാണോ? മനസ്സിലൊരു അമ്പരപ്പ് പടർന്നെങ്കിൽ അവൾ പറഞ്ഞു. ആ പറഞ്ഞു. അനു ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, ലീവാണ്. ഒരു നിമിഷം അവൾ പരിഭ്രമിച്ചു പോയി. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഇന്നൊരു യാത്ര പോണു. മറ്റാരോടും പറയണ്ട, നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതി. ഫോണിൽ നിന്ന് തൻ്റെ ചെവിയിലൂടെ ശരീരത്തിലേക്ക് കറണ്ട് പ്രവഹിക്കുന്നുണ്ടെന്ന് അനുപ്രിയയ്ക്ക് തോന്നി. ദേഹത്തെമ്പാടും ഒരു വിറ പടർന്നു. അനു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയ്ക്ക് ഞാൻ കാറുമായി വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ, ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണ്ട. വെക്കട്ടെ, ഞാൻ റെഡിയായിട്ടില്ല. കോൾ കട്ടായി കഴിഞ്ഞു. അനുപ്രിയ അത് ചെവിയിൽ പിടിച്ച് നിന്നു. വൈദ്യുതി പ്രവാഹം നിലച്ചിട്ടില്ല, അനങ്ങാൻ കഴിയുന്നില്ല. അല്പം കഴിഞ്ഞ് സ്ഥലകാലബോധം വന്നതുപോലെ അവൾ ചുറ്റും നോക്കി. ആരെങ്കിലും തന്നെ കണ്ടുവോ? താനും വിനയൻ സാറും സംസാരിക്കുന്നത് കേട്ടുവോ? അമ്മ അടുക്കളയിലാണ്. പൂർണിമ ട്യൂഷന് പോയി കഴിഞ്ഞു. പുഴയിൽ കുളിക്കാൻ പോയ അനീഷ് തിരിച്ചെത്തിയിട്ടില്ല. അനുപ്രിയയുടെ മനസ്സിലൂടെ അനേകം ചിന്തകൾ തമ്മിൽ പൊരുതി പിരിഞ്ഞും പൊട്ടിയിടറിയും കടന്നുപോയിക്കൊണ്ടിരുന്നു. നീലക്കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് അവൾ സ്വന്തം പ്രതിബിംബം നോക്കി. വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടോ? 2 വഴികളെ അവളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ.
ഒന്നെങ്കിൽ സ്നേഹത്തിൽ ഉറച്ചു നിന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വാസം ഉറപ്പിച്ച ശേഷം സ്നേഹിക്കുക. തൻ്റെ സ്ഥാനത്ത് പലരെയും അവൾ സങ്കല്പിച്ച് നോക്കി. പൂർണിമയായിരുന്നെങ്കിലോ, മറ്റേതെങ്കിലും കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നെങ്കിലോ, തൻ്റെ കൂട്ടുകാരി അഞ്ജിത ആയിരുന്നെങ്കിലോ, സിനിമയിലെ ഏതെങ്കിലും നായിക കഥാപാത്രമായിരുന്നെങ്കിലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വേണമെങ്കിൽ അമ്മയോട് പറയാം, വിനയേന്ദ്രൻ സാറ് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പോകണോ? അല്ലെങ്കിൽ സ്വയം തീരുമാനിക്കാം. ഇന്ന് തലവേദനയാണ്, ഓഫീസിലേക്കില്ല, മറ്റെങ്ങോട്ടുമില്ല. അതുമല്ലെങ്കിൽ വിനയേന്ദ്രൻ സാർ കാറുമായി വരുമ്പോൾ ഞാൻ വരില്ല, എന്നെ നിർബന്ധിക്കില്ലേ എന്ന് യാചിക്കാം. അതുമല്ലെങ്കിൽ ജോലി രാജിവെച്ച് വീട്ടിലിരിക്കാം. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അനുപ്രിയയുടെ പെരുമാറ്റം കണ്ട വിലാസിനെ ആശ്ചര്യമുണ്ടു. നിനക്കെന്തു പറ്റി? നീ ഇവിടെങ്ങുമല്ലേ, എന്താ ഇത്ര വലിയ ആലോചന? അനുപ്രിയ മറുപടി ഒന്നും പറഞ്ഞില്ല. കൃത്യസമയത്ത് തന്നെ അവൾ ഓഫീസിൽ പോകാൻ ഇറങ്ങി. പാടശേഖരം പിന്നിട്ട് തെങ്ങുംപുരയിടത്തിലൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കവേ പിന്നിൽ ഹോൺ ശബ്ദം കേട്ടു. അനുപ്രിയ തിരിഞ്ഞു നോക്കി. വിനയചന്ദ്രൻ്റെ കാർ പൊട്ടിക്കിടന്ന കറണ്ട് കമ്പിയിൽ ചവിട്ടിയാൽ എന്ന പോലെ വീണ്ടും ഷോക്ക്. കാർ അവളുടെ കാൽച്ചുവട്ടിൽ വന്നു നിന്നു കഴിഞ്ഞു. വിനയചന്ദ്രൻ കൈയെത്തിച്ച് ഇടതുവശത്തെ ഡോർ തുറന്നു. അനുപ്രിയ കാറിലേക്ക് കയറിയിരുന്നു. ഡോർ അടച്ചു. എന്നിട്ട് വിനയചന്ദ്രനെ നോക്കി. വിനയചന്ദ്രൻ അവളെയും. ചോദ്യോത്തരം ഒന്നുമില്ല. വാചാലമായ ഏതാനും നിമിഷങ്ങൾ. പോകാം. വിനയൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദ്യഭാവത്തിൽ തലയാട്ടി. അവൾ സമ്മതഭാവത്തിൽ ശിരസനക്കി. ബസ് സ്റ്റോപ്പിലെത്തിയ ശേഷം കാർ മെയിൻ റോഡിലേക്ക് തിരിഞ്ഞു. വാഹനത്തിരക്കിലൂടെ ഏറെ നേരം. ഏതോ ജംഗ്ഷൻ, ഒരു കടയുടെ ബോർഡിൽ ഏറ്റുമാനൂർ എന്ന് അനുപ്രിയ വായിച്ചു. തിരക്കിലൂടെ തിങ്ങി ഞെരുങ്ങിയെന്നോണമാണ് കാർ നീങ്ങുന്നത്. അവൾ വിനയൻ്റെ നേർക്ക് പാളി നോക്കി. ഡ്രൈവിങ്ങിലാണ് ശ്രദ്ധ. ടൗൺ പിന്നിട്ടതോടെ കാർ വേഗതയെടുത്തു. എന്നോടൊന്നും ചോദിക്കാനില്ലേ? വിനയചന്ദ്രൻ കൺകോണിലൂടെ അനുപ്രിയയെ നോക്കി. ഞാൻ എന്ത് ചോദിക്കാനാ? ഞാനൊരു മാരേജ് പ്രപ്പോസലിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? വീട്ടിൽ ആ പെണ്ണും ഫാമിലിയും വന്നതും മറ്റും. അതേപ്പറ്റി കൂടുതലൊന്നും അറിയണ്ടേ? അനുപ്രിയ മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൻ വീണ്ടും പറഞ്ഞു. മറ്റാരെങ്കിലും ആണെങ്കിൽ എന്നോട് പിന്നെ മിണ്ടത്തുപോലുമില്ല. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. കണ്ടാൽ മുഖം വീർപ്പിക്കും. അവളുടെ അടുത്തേക്ക് പൊയ്ക്കോ എന്ന് പറയും. അതുമല്ലെങ്കിൽ ചോദ്യങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കും. എന്നിട്ടെന്താ എന്നോട് സ്നേഹം കാട്ടിയത്? എന്നെ ചതിക്കാനായിരുന്നോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. വിനയൻ പെട്ടെന്ന് മുഖം തിരിച്ച് അവളെ നോക്കി. ഇയാൾക്ക് അങ്ങനെയൊന്നും ചോദിക്കാനില്ലേ? അറിയേണ്ടതാണെങ്കിൽ എന്നോട് പറയും. അതായിരുന്നു അവളുടെ മറുപടി. വല്യേട്ടൻ കൊണ്ടുവന്ന പ്രപ്പോസലാ. ഏറെക്കുറെ ഫിക്സ് ചെയ്ത മട്ട. വല്യേട്ടൻ്റെ ഒരു ബിസിനസ് ഫ്രണ്ടിൻ്റെ മകൾ, പേര് ലാവണ്യ. കാണാനൊക്കെ ഫെയറാണ്. സത്യം പറഞ്ഞാൽ കുറ്റം പറയാനൊന്നുമില്ല. ഉടനെ കല്യാണം നടത്തണം എന്നുള്ള തിടുക്കമൊന്നും ആർക്കുമില്ല. അനുപ്രിയ കേട്ടുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ പ്രേമിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. 1-2 വർഷം ഇങ്ങനെങ്ങ് പോട്ടെയല്ലേ? വീട്ടിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും നിനക്കും ഒരു കല്യാണാലോചനയൊക്കെ വരും. അതുവരെ നമ്മൾ ഫ്രീ ബേഡ്സ് ആണ്. എങ്ങോട്ട് വേണമെങ്കിലും പറക്കാം. കൊച്ചു കിളിക്കൂടുണ്ടാക്കി അതിനുള്ളിൽ ആരും കാണാതെ ഒളിച്ചിരിക്കാം. അങ്ങനെ പോകുന്നിടത്തോളം പോട്ടെ അല്ലേ? വീണ്ടും അവൻ തലതിരിച്ച് അവളെ നോക്കി. ബസ്. അവൾ പരിഭ്രമിച്ച് നിലവിളിച്ചു. ഒരു ബൈക്കിനെ മറികടന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് അവരുടെ നേർക്ക് ചീറി വരുന്നുണ്ടായിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് വിനയൻ സ്റ്റിയറിംഗ് വെട്ടിച്ച് റോഡിൻ്റെ മാർജിനിലേക്ക് കാർ മാറ്റി. തുടർന്ന് അരികിൽ കിടന്ന ഒരു മെറ്റൽ കൂനയിലേക്ക് കയറി കാർ സഡൻ ബ്രേക്ക് ഇട്ടു. ബസ് തലനാരിയുടെ വ്യത്യാസത്തിൽ കടന്നുപോയി കഴിഞ്ഞു. നിരത്തുവക്കിലെ ഒരു കടത്തിണ്ണയിലുള്ളവരും വഴിപോക്കരും അന്തം വിട്ടു നിൽക്കുന്നത് വിനയം കണ്ടു. അനുപ്രിയ ഇറുക്കിയടിച്ച കണ്ണുകൾ തുറന്നു. അവൻ രാവിലെ കൊല്ലാനിറങ്ങിയിരിക്കുക. വിനയൻ ഗിയർ മാറ്റി കാർ റോഡിലേക്ക് ഇറക്കി. കടയിലുണ്ടായിരുന്നവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു അല്ലേ എന്ന മട്ടിൽ കാറിന് നേർക്ക് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. പേടിച്ചു പോയോ? ഓ, നമ്മുടെ റോഡിൽ ഇങ്ങനെയാ. 50 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് 5 തവണയെങ്കിലും നമ്മൾ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടും. അനുപ്രിയ ഒന്നും മിണ്ടിയില്ല. കാർ ഓടിക്കൊണ്ടിരുന്നു. നമ്മൾ എങ്ങോട്ടാണെന്ന് നീ ചോദിച്ചില്ലല്ലോ? വീണ്ടും വിനയൻ അവളെ നോക്കി ചോദിച്ചു. അനുപ്രിയ മുഖം തിരിച്ച് അവനെ ഒന്ന് നോക്കി. പാലായ്ക്കപ്പുറം നീലൂർ എന്ന സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഒരു ചെറിയ ബംഗ്ലാവ്. അവിടെ അങ്ങനെ സ്ഥിരമായിട്ട് ആൾതാമസമൊന്നുമില്ല. അവധിക്കാലത്ത് അവൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ പോയി താമസിക്കും. ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ്. അനുപ്രിയയുടെ നേർക്ക് ഒന്ന് പാളി നോക്കിയിട്ട് അവൻ കൂട്ടിച്ചേർത്തു. ഇന്ന് അവിടെ നമ്മൾ രണ്ടും മാത്രം. നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ ലഞ്ച് കുക്ക് ചെയ്യണം. ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഒന്നിച്ച് റെസ്റ്റ് എടുക്കാം. വൈകുന്നേരം ഓഫീസ് വിട്ടു വരുന്ന സമയത്ത് ഇയാളെ വീട്ടിലെത്തിച്ചാൽ മതിയല്ലോ, പോരെ? അനുപ്രിയ റോഡിൻ്റെ കാണാ ദൂരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അനു, വിനയം വിളിച്ചു. അവൾ റോഡിൽ നിന്ന് നോട്ടം അവൻ്റെ നേർക്ക് തിരിച്ചു. ഒന്നും പറയാനില്ലേ നിനക്ക്? ഇല്ല. അതങ്ങനെ ശരിയാവുന്നേ? സാധാരണ ഇങ്ങനെയല്ലല്ലോ പെൺകുട്ടികൾ.
എന്നെ ചതിക്കാൻ കൊണ്ടുപോവാണോ? ഇതായിരുന്നോ മനസ്സിലിരിപ്പ്? ഇതിനു വേണ്ടിയാണോ സ്നേഹം അഭിനയിച്ചത്? എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. എന്നെ ഇങ്ങനെയാണോ കണ്ടത് എന്നൊക്കെ ചോദിക്കേണ്ടതല്ലേ? എനിക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ എൻ്റെ കൂടെ വരുന്നത്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ ഞാൻ കരുതേണ്ടത്? നിനക്ക് എന്തിനും സമ്മതമാണെന്നോ? ഞാനൊരു ചീത്തപ്പെണ്ണല്ലെന്ന് എനിക്കറിയാം, അനുപമ മുഖം താഴ്ത്തി പറഞ്ഞു. അതോക്കെ, ഞാൻ ഭയങ്കര കുഴപ്പക്കാരനാണെങ്കിലോ? എനിക്കിതാണ് ഹോബി. സുന്ദരികളായ പെൺകുട്ടികളെ സ്നേഹം ഭാവിച്ച് വശത്താക്കുക, അങ്ങനെ വിളിച്ച് കാറിൽ കയറ്റി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുക. ഞാൻ അതിലൊക്കെ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നയാളാ. എനിക്കറിയാം. എന്തറിയാം നിനക്ക്? അങ്ങനത്തെ ഒരാൾ വിളിച്ചാൽ അതനുസരിക്കാനോ ആ കാറിൽ കയറാനോ എൻ്റെ മനസ്സ് സമ്മതിക്കില്ലെന്ന്. എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? അതിന് ഉത്തരമുണ്ടായില്ല. കാർ പാലാ ടൗൺ പിന്നിട്ട് തൊടുപുഴ റോഡിലേക്ക് തിരിഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായ, സോഫ്റ്റ് ഡ്രിങ്ക്സ്? വേണ്ട. മിനറൽ വാട്ടർ? വിനിയൻ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തു കൊടുത്തു. വാസ്തവത്തിൽ അവൾ തൊണ്ട വരണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇടവിട്ടിടവിട്ട് അവൾ കുറേ വെള്ളം കുടിച്ചു. നോവൽ നാളെ വീണ്ടും തുടരും.